ഞാൻ ജയിച്ചു ഇവിടെ ഒരു കൗൺസിലറായി വരികയാണെന്നുണ്ടെങ്കിൽ ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി എന്തും ചെയ്ത് അത് കൈക്കലാക്കി അവരെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. തദ്ദേശ പോരാട്ടത്തില് നല്ല സജീവമായ പോരാട്ടം നടക്കുന്ന ഒരു വാർഡാണ് പെരിന്തൽമണ്ണ 2ാം വാർഡ്. ഇവിടെ UDFന്റെ കോട്ടയാണെന്ന് പറയാം. പക്ഷെ ഇത്തവണ UDFിൽ നിന്നും അത് പിടിച്ചെടുക്കുമെന്ന വാശിയിലാണ് ഇവിടെ മത്സരിക്കുന്ന റുക്കിയാത്ത. അതായത് 2ാം വാർഡ് UDFന്റെ കോട്ടയാണെന്ന് ഇവിടെ എല്ലാവരും പറയുന്നുണ്ട്. ഇത്തവണ അത് പിടിച്ചെടുക്കാൻ കഴിയുന്ന ആത്മവിശ്വാസം നിങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പ്രവർത്തകരും പറയുന്നത് തിരിച്ചു പിടിക്കുമെന്നാണ് പറയുന്നത്. തിരിച്ചു പിടിക്കലല്ല, പിടിച്ചെടുക്കുമെന്നാണ് പറയുന്നത്. ഈ പിടിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മുന്നോട്ട് വെക്കേണ്ടതുണ്ടല്ലോ ജനങ്ങൾക്ക് മുമ്പിൽ. എന്താണ് സ്ഥാനാർത്ഥി എന്ന നിലക്ക് റുക്കിയാത്ത മുന്നോട്ട് വെക്കാൻ പോകുന്നത്? സ്ഥാനാർത്ഥി എന്ന നിലക്ക് മുന്നോട്ട് വെക്കാൻ പോകുന്നത്, ഞാൻ ജയിച്ചു ഇവിടെ ഒരു കൗൺസിലറായി വരികയാണെന്നുണ്ടെങ്കിൽ ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി എന്തും ചെയ്ത് അത് കൈക്കലാക്കി അവരെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. പിന്നെ ഞാൻ ഒരു 2002-2003 കുടുംബശ്രീയിലൂടെ ഇവിടെ പ്രവർത്തനം തുടങ്ങിയതാണ്. 20 വർഷമായിട്ട് ഈ മാനത്തുമംഗലം 2ാം വാർഡിന്റെ എല്ലാ മൂലയും മുക്കും എനിക്ക് ഒരാളും പറഞ്ഞു തരേണ്ടില്ല. ഓരോരുത്തരും എനിക്ക് അറിയാം. അവരെല്ലാവരും അത് എനിക്കൊരു വോട്ടാക്കി തരുമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ട്. നമുക്ക് പിന്നെ ഇവിടെ തീരെ ഇല്ലാത്ത ഒരു എന്താണ് ഇപ്പൊ ഈ 2ാം വാർഡില് ഇല്ലാത്തത്? എന്താണ്? ഇതുവരെ UDFന്റെ കോട്ടയായിരുന്നു. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇവിടെ എന്താണ് ഇല്ലാത്തത്? റോഡ്, ഒരു ഹെൽത്ത് സെന്റർ വേണം. അതേപോലെ തന്നെ നമുക്കൊരു ബാലവാടി ഇവിടെ അടുത്താണ്. പക്ഷെ ആ ഉള്ളിലേക്ക് എന്റെ ഒരു ഭാഗം പോയി കഴിഞ്ഞാൽ അംഗനവാടി ഇല്ല. ആ ഭാഗങ്ങളിലായിട്ട് എനിക്കൊരു ഹെൽത്ത് സെന്റർ വേണം, ഒരു അംഗനവാടി വേണം. അതുപോലെ തന്നെ ജനങ്ങൾക്ക് കുടിവെള്ള പ്രശ്നമുണ്ട്. ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണം. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരുപാട് ഒച്ചയും വിളിയും കെട്ടിയിട്ടാണ് നമുക്ക് പള്ളിപ്പടി റോഡായി വന്നത്. ഇതിനിപ്പോ നിങ്ങള് വോട്ട് തേടി നിങ്ങള് വോട്ടർമാരെ കാണാൻ വേണ്ടി പോവുകയാണ്. പോയപ്പോൾ ഈ വോട്ടർമാര് നിങ്ങളോട് എന്തൊക്കെയാണ് പറയുന്നത്? അതൊക്കെ നിങ്ങൾക്ക് നിവർത്തിച്ചു കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. എന്തൊക്കെയാണ് വോട്ടർമാർ പറയുന്നത്? വോട്ടർമാർക്ക് പറയാൻ പോകുന്നത് അവർക്ക് വീട് നമ്മളിപ്പോ ഫ്ലാറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇനിയും അതിൽ പെടാത്ത കുറച്ച് ആളുകളുണ്ട്, വീട് ചോദിക്കുന്നുണ്ട്, വാർഡിലുണ്ട്. അപ്പൊ അവർക്ക് അത് സാധിച്ചു കൊടുക്കും. അതുപോലെ കുടിവെള്ളമാണ് കാര്യമായിട്ട് പറയുന്ന ഒരു വിഷയം. അതിപ്പോ നമ്മള് മുനിസിപ്പാലിറ്റി രാമചാടി കുടിവെള്ളം വരുന്നതോടുകൂടി പരിഹരിച്ചു കൊടുക്കാൻ വലിയൊരു പദ്ധതിയെ വന്നു. അപ്പൊ അതിനോടനുസരിച്ച് വീടുകൾക്കുള്ള കണക്ഷൻ കിട്ടാത്ത ആളുകൾക്ക് അതൊക്കെ എത്തിച്ചു കൊടുക്കും. തീർച്ചയായിട്ടും അവരെ കൂടെ എന്നും. വലിയൊരു കാര്യം ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത കേരളം പദ്ധതി, പിന്നെ പെൻഷൻ വർദ്ധിപ്പിച്ചത്, അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടി, അതൊക്കെ ഒരു വലിയ സ്വപ്ന പദ്ധതിയാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ വോട്ടർമാരെ കാണാൻ പോകുമ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ആരും പറയാറില്ലേ എന്നൊരു ചോദ്യം കൂടി ഉണ്ട്. അവർ തീർച്ചയായിട്ടും 3600 ഈ മാസം അവരെ കൈ കിട്ടിയത്. കഴിഞ്ഞ മാസത്തെ 1600 ഇപ്പോഴത്തെ ഈ മാസം 2000 രൂപ 3600 അവരെ കൈ കിട്ടി. അതേപോലെ ഇനിയും 2000 ആക്കാൻ പോവാണ് നമ്മള് സർക്കാർ എന്നൊക്കെ പറയണ്ടേ. അതേപോലെ സാമൂഹ്യ ആക്കി. പിന്നെ 2000 ആശാ വർക്കേഴ്സ്, ഞാനൊരു ആശാ വർക്കർ കൂടിയാണ്. അപ്പൊ ഞങ്ങൾക്ക് മാസം 1000 രൂപ കൂട്ടി വർദ്ധിപ്പിച്ചു തന്നു. അതേപോലെ തന്നെ നമ്മളെ പാചക തൊഴിലാളികൾക്ക് ദിവസം 50 രൂപ വെച്ച് അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 35-നും 60-നും വയസ്സിന് ഇടയിലുള്ള സ്ത്രീകളായിട്ട് വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് അവർക്ക് 1000 രൂപ എല്ലാ മാസം കൊടുക്കാന്ന് പറഞ്ഞു. അത് നമ്മളിപ്പോ ഈ ഒരു ഇലക്ഷൻ ആയതുകൊണ്ട് നമ്മൾ അവരെയൊക്കെ അത് വാഗ്ദാനം ചെയ്താണ് വാങ്ങുന്നില്ല. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് എത്തിച്ചു കൊടുക്കും. തീർച്ചയായിട്ടും. അപ്പൊ ഈ വാർഡില് ശരിക്കും UDFന്റെ കോട്ട എന്നൊക്കെ അവര് വിശേഷിപ്പിക്കുന്ന ഈ 2ാം വാർഡ് പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസം ഉണ്ടോ റുക്കിയാത്ത? തീർച്ചയായിട്ടും ആത്മവിശ്വാസത്തോടെ തന്നെ നിൽക്കുന്നത്. പിടിച്ചെടുക്കും. നാട്ടുകാർ എല്ലാരും എന്റെ കൂടെ ഉണ്ട്. ഓരോ വീട്ടിലെ അംഗങ്ങളും എന്റെ വീട്ടിലെ അംഗങ്ങളെ പോലെയാണ് എനിക്ക് സുപരിചിതാണ്. ആരും എന്നെ പരിചയപ്പെടുത്തി കൊടുക്കണ്ട. ഞാനും ആ വീട്ടിൽ പോയിട്ട് അവരെ ഞാൻ ഇന്ന ആളാണെന്ന് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല ഇതുവരെ ആയിട്ടും. അല്ല, ഒരു ആശാപ്രവർത്തക എന്ന നിലയ്ക്ക് ഒരുപക്ഷെ നേരത്തെ ഇവിടെ കോവിഡ് കാലം ആ സമയത്തൊക്കെ എല്ലാ വീടുകളിലൊക്കെ പോയിട്ടുണ്ടാവൂല്ലോ, അങ്ങനെ നല്ല പരിചയം ഉണ്ടാവുമല്ലോ. ആ പരിചയത്തിൽ എല്ലാവരും എന്താണ് ഉറപ്പ് തരുന്നത്? ജയിപ്പിക്കുന്നാണോ? പിന്നെ തീർച്ചയായിട്ടും ഒരു ജയിപ്പിച്ചു തരും, ജയിച്ചു വരണം. എന്നെ പോലെയുള്ള ആളുകളാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാ നിൽക്കുന്നത്. പിന്നെ കോവിഡ് കാലത്താണെങ്കിലും അവർക്ക് അവരെന്നോട് പറഞ്ഞതാണ് ഈ ജനങ്ങളെ,
നമുക്ക് പണം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അത് മനസ്സിലാക്കി തന്നത് ഈയാണ്. ഈ വയ്യാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ നിൽക്കുമ്പോഴും പുറത്തിറങ്ങി നടന്നിരുന്ന ആരോഗ്യ പ്രവർത്തക എന്ന നിലക്ക് അപ്പോഴും അവരുടെ ഓരോ ദിവസവും ഓരോ മണിക്കൂർ സമയങ്ങളിലും അവരോട് ഞാൻ എങ്ങനെയുണ്ട്, പനിയുണ്ടോ, ശ്വാസം മുട്ടലുണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിവരം പറയണം, ആംബുലൻസ് വേണ്ടവർക്ക് ആംബുലൻസ് ആ സമയത്ത് എത്തിച്ചു കൊടുക്കുക, വിവരം പറഞ്ഞ അവരെ ഓരോ ആളുകളെയും ഇവിടുത്തെ കോവിഡ് ആണെങ്കിലും ഓരോ മനുഷ്യന്റെ ജീവനും പിന്നീടാണെങ്കിലും അന്നും ഇന്ന് വരെ ഇതും ഇപ്പോഴും തുടർന്നും നിങ്ങളുടെ ഈ സേവനം ഈ ജനങ്ങൾക്ക് കിട്ടാൻ ജനങ്ങൾ നിങ്ങളെ വിജയിപ്പിക്കുമെന്ന് ഉറച്ച പ്രതീക്ഷയുണ്ടോ? ഉറച്ച പ്രതീക്ഷയോട് വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ ഇവിടെ നിൽക്കുന്നത്. ജയിക്കും, ഈ വാർഡ് ഞാൻ പിടിച്ചെടുത്തേ മതിയാവുള്ളൂ. അതായത് ഇവിടെ ഇപ്പൊ നിങ്ങൾ കുറെ വീടുകളിൽ കയറിപ്പോ നിങ്ങളുടെ കൂടെ സ്ത്രീകൾ തന്നെ ധാരാളം പേരുണ്ട്, അല്ലാത്ത എല്ലാവരും ഉണ്ട്. പാർട്ടി പ്രവർത്തകർക്ക് ആത്മവിശ്വാസം പ്രകടിപ്പിക്കാം. ഇപ്പൊ യുവാക്കളുടെയൊക്കെ അവരൊക്കെ അപ്ഡേറ്റഡ് ആണ്. അവരുടെ ചിന്തയിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ UDF ജയിക്കുന്ന ഒരു വാർഡില് അവരൊക്കെ നിങ്ങളെ ജയിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ തന്നിട്ടുണ്ടെങ്കിൽ ആ പ്രതീക്ഷ നിങ്ങൾക്ക് കാക്കേണ്ടി വരും. എന്തൊക്കെയാണ് നിങ്ങൾ ഇനി ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ സാധിക്കുന്നതെന്ന് നിങ്ങളുടെ മനസ്സിലുള്ളത്, കണ്ടത്, ഈ വാർഡിൽ കണ്ടത് എന്തൊക്കെയാണ് നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞല്ലോ, മാറ്റം ഉണ്ടാക്കുക, റോഡ്, വീട്, അതുപോലെ നമ്മള് അടിസ്ഥാന സൗകര്യങ്ങള്, പിന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞ ഹെൽത്ത് സെന്റർ, ഒരു ഇതെല്ലാം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അത് ഞാൻ എന്തായാലും തീർച്ചയായിട്ടും നമുക്കിപ്പോ ഓരോ 4 വാർഡ് കൂടി നമുക്കൊരു ഹെൽത്ത് സെന്ററുകൾ വരാൻ പോവുകയാണ്. അപ്പൊ അതിൽ നമ്മൾ 2ാം വാർഡിനെ പരിഗണിച്ച് അത് ഞാൻ ഇവിടെ എത്തിച്ചു. ഇതുവരെ ഉറപ്പാണ്. ഇതുവരെ അതൊന്നും സാധിച്ചിട്ടില്ല. അത് സാധിക്കാൻ പറ്റിയിട്ടില്ല. അത് മാത്രം എന്റെ മനസ്സിലുണ്ട്. നമുക്കൊരു പ്രവർത്തക എന്ന നിലയ്ക്ക് ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രം വേണം. പെരിന്തൽമണ്ണ നഗരസഭയിലെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന വാർഡുകളിലൊന്നാണ് 2ാം വാർഡ്. സ്ഥിരമായിട്ട് UDF ജയിച്ചു കയറുന്ന വാർഡാണെങ്കിൽ പോലും കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ വലിയ ഭൂരിപക്ഷത്തിലൊന്നുമല്ല UDF വിജയിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് LDFന് വലിയ ആത്മവിശ്വാസമുള്ള, ജയിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയുള്ള ഒരു വാർഡ് കൂടിയാണ് 2ാം വാർഡ്. 2ാം വാർഡിൽ ഇപ്പോ നല്ലൊരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് LDF രംഗത്ത് കളത്തിൽ ഇറക്കിയിട്ടുള്ളത്. ആശാപ്രവർത്തകയാണ്, ജനങ്ങളായിട്ട് കൂടുതൽ അടുപ്പമുള്ള, എല്ലാ വീടുകളുമായി അടുപ്പമുള്ള, അതായത് ആരോഗ്യ പ്രവർത്തക എന്ന നിലക്ക് വീടുകളുമായി എല്ലാ കുടുംബങ്ങളുമായിട്ട് അടുപ്പമുണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ UDFൽ നിന്നും ഈ വാർഡ് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ നേതൃത്വത്തിനുണ്ട്, പ്രവർത്തകർക്കുണ്ട്, സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന റുക്കിയാത്താക്കുമുണ്ട്. ഏതായാലും റുക്കിയാത്തയുടെ പ്രതീക്ഷ അത് ജനങ്ങളാണ് ആര് ജയിക്കണം ആര് തോൽക്കണം എന്നൊക്കെ വിചാരിക്കുന്നത്. എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ പ്രതീക്ഷ വിജയപ്രദമാവട്ടെ എന്ന് ആശംസിക്കാനേ എനിക്ക് പറ്റുകയുള്ളൂ. ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആര് വാഴണം ആര് വാഴേണ്ടെന്ന്. ഈ 2ാം വാർഡിൽ ആര് വിജയിക്കണമെന്ന് തീരുമാനിക്കേണ്ടതും ജനങ്ങളാണ്. ആരെ വിജയിപ്പിക്കണമെന്ന് ജനം തീരുമാനിക്കട്ടെ എന്നേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ജനം തീരുമാനിക്കട്ടെ ആര് അവരുടെ ജനപ്രതിനിധിയായിട്ട് വരണമെന്ന്. ക്യാമറമാൻ ഷനു അരിക്കോടിനൊപ്പം ജബ്ബാർ വേണ, ചാനൽ 10, പെരിന്തൽമണ്ണ. സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം.